വെൽക്കം ബാക്ക്. അപ്പോൾ 30,000 രൂപ റേഞ്ചിൽ നിങ്ങളൊരു ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഫോൺസ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ ആ റേഞ്ചിൽ വരുന്ന 4 ബെസ്റ്റ് ഫോൺസാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ അപ്പോൾ നമുക്ക് കൂടുതലായിട്ടൊന്നും പറഞ്ഞ് ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നേരെ വീഡിയോയിലോട്ട്. നമ്മൾ ഈ ഒരു ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് 4 ബ്രാൻഡ് 4 ഫോൺസാണ്. അപ്പോൾ അത് ഏതൊക്കെയാണ് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റത്തെ എന്ന് പറഞ്ഞാൽ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ഫോണാണ്, അതായത് പോക്കോയുടെ F6. ഇപ്പോൾ റീസെൻ്റായിട്ട് ലോഞ്ച് ചെയ്ത ഫോൺ കൂടിയാണ്. ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ആണ് ബിൽഡും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത്. 6.67 ഇഞ്ചിൻ്റെ ഒരു AMOLED 120 ഹെർട്സിൻ്റെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ വരുന്നത്. 2400 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്സും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഗൊറില്ല ഗ്ലാസ് വിക്ടേഴ്സിൻ്റെ പ്രൊട്ടക്ഷനും നമുക്ക് ഫ്രണ്ട് ഡിസ്പ്ലേയിൽ വരുന്നുണ്ട്. സോ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ബെസ്റ്റ് ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നത്. ഇനി ക്യാമറ പറയുകയാണെങ്കിൽ 15 MB ആണ് പ്രൈമറി ക്യാമറ. 8 MP അൾട്രാവൈഡ് ക്യാമറയും റിയറിൽ വരുന്നുണ്ട്. 4K ആയിട്ട് 16 FPS വീഡിയോസും നമുക്ക് റിയറിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. സെൽഫിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 20 MP സെൽഫി ക്യാമറ ആണ് വരുന്നത്. ഈ ഒരു ക്യാമറയിൽ നമുക്ക് ഫുൾ HD വീഡിയോ റെക്കോർഡിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ 4K ഫ്രണ്ട് ക്യാമറയിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. ദെൻ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് ആണ്. കോൾകോം സ്നാപ്ഡ്രാഗൻ്റെ 8S Gen 3 എന്ന പ്രോസറാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. ആൻഡ് ടു സ്കോർ എന്ന് പറഞ്ഞാൽ അറൗണ്ട് 15 lakhിൻ്റെ അടുത്ത് ഈ ഒരു ആൻഡ് ടു ബെഞ്ച് സ്കോറും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. അത്യാവശ്യം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോൺ തന്നെയാണ് ഈ ഒരു പോക്കോയുടെ ഫോൺ എന്ന് പറയുന്നത്. ഇനി ബാറ്ററി ആൻഡ് ഫാസ്റ്റ് ചാർജിങ് വെച്ച് പറയുകയാണെങ്കിൽ 5000 mAh ബാറ്ററിയും 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും ബോക്സിനകത്ത് തന്നെ വരുന്നുണ്ട്. പ്രൈസ് ആൻഡ് വേരിയൻറ്റ് പറയുകയാണെങ്കിൽ 8GB 256GB വേരിയൻ്റ് ആണ് ബേസ് മോഡൽ. ഈ ഒരു വേരിയൻ്റെ പ്രൈസാണ് 29,999. അപ്പോൾ 30,000 രൂപ റേഞ്ചിൽ നിങ്ങളുടെ ബെസ്റ്റ് ഗെയിമിംഗ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോൺസൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, പോക്കോയുടെ F6 തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടും ഇപ്പോൾ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ബെസ്റ്റ് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോൺ എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്ന് പറഞ്ഞാൽ ഒരു ക്യാമറ സെൻട്രിക് ആയിട്ടുള്ള ഫോണാണ്. അത് വേറെ ഏതുമല്ല, റിയൽമിയുടെ 12 Pro Plus 5G എന്ന ഫോണാണ്. ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്പെസിഫിക്കേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ വീഗൻ ലെതർ ഫിനിഷാണ് ബാക്കിൽ വരുന്നത്. 6.7 ഇഞ്ചിൻ്റെ AMOLED 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. കേർവ്ഡ് ആയ ഡിസ്പ്ലേ ആണ്. 950 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് ഒക്കെ തന്നെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല കേർവ്ഡ് ആയതുകൊണ്ട് തന്നെ നല്ല കാണാനൊക്കെ നല്ല രസമുള്ള നല്ലൊരു ഡിസ്പ്ലേ ആണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നത്. ക്യാമറ പറയുകയാണെങ്കിൽ 15 MB ആണ് പ്രൈമറി ക്യാമറ. അതും സോണിയുടെ 890 എന്ന സെൻസറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നീട് 64 MB ഒരു പെരിസ്കോപ്പിക് ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട്. 8 MB അൾട്രാവൈഡ് ക്യാമറ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ 32 MP സെൽഫി ക്യാമറയാണ് വരുന്നത്. 4K അറ്റ് 16 FPS വീഡിയോസ് നമുക്ക് റിയറിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അപ്പോൾ ക്യാമറ വൈസൊക്കെ നിങ്ങളൊരു 30,000 രൂപ റേഞ്ചിൽ ഒരു ബെസ്റ്റ് ക്യാമറ ഫോൺസൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അത് റിയൽമി 12 Pro Plus 5G തന്നെയാണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ബെസ്റ്റായിട്ട് ക്യാമറയിൽ നിൽക്കുന്ന ഫോൺ എന്ന് പറഞ്ഞത്. ഇനി പെർഫോമൻസ് സൈഡ് പറയുകയാണെങ്കിൽ കോൾകോം സ്നാപ്ഡ്രാഗൻ്റെ 7S Gen 2 എന്ന പ്രോസറാണ് വരുന്നത്. ആൻഡ് ടു സ്കോർ എന്ന് പറഞ്ഞാൽ 5,13,000 അറൗണ്ട് ആ റേഞ്ചൊക്കെ തന്നെ വരുന്നുണ്ട്. വലിയ പെർഫോമൻസ് ഒന്നുമില്ല. നേരത്തെ കമ്പയർ ചെയ്ത പോക്കോയുടെ F6 ഒക്കെ ആയിട്ട് അങ്ങനെ വലിയ പെർഫോമൻസ് ഒന്നും ഈ ഒരു ഫോണിൽ വരുന്നില്ല. മെയിനായിട്ട് ഈ ഒരു ഫോൺ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ക്യാമറ തന്നെയാണ്. അതിന് ബാറ്ററി പറയുകയാണെങ്കിൽ 5000 mAh ബാറ്ററിയും 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും ഇൻ ദ ബോക്സ് തന്നെ വരുന്നുണ്ട്. പ്രൈസ് ആൻഡ് വേരിയൻറ്റ് പറയുകയാണെങ്കിൽ 8GB 128GB ആണ് ബേസ് മോഡൽ. ഇതിൻ്റെ പ്രൈസാണ് 29,999. അപ്പോൾ 30,000 രൂപ റേഞ്ചിലൊക്കെ തന്നെ ക്യാമറ സെൻട്രിക് ആയിട്ട് മെയിനായിട്ട് ഫോൺസൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ റിയൽമി 12 Pro Plus 5G എന്നുള്ളത് ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ തന്നെയാണ്. റിവ്യൂസ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാത്രം വാങ്ങാം. ഇനി അടുത്തത് എന്ന് പറഞ്ഞ ഒരു സാംസങ്ങിൻ്റെ ഫോണാണ്. സാംസങ് ഫോൺസൊക്കെ ഇഷ്ടപ്പെട്ട് സാംസങ്ങിൻ്റെ ഫോൺ മാത്രമേ എടുക്കൂ എന്നുള്ളവർക്ക് മാത്രമായിട്ടുള്ളൊരു ഫോണാണ് സാംസങ് ഗാലക്സി S21 FE. അത്യാവശ്യം കുറച്ച് നാളായിട്ട് ഇറങ്ങിയ ഫോണാണ്. പക്ഷേ ഇതിൻ്റെ സ്നാപ്ഡ്രാഗൺ വേരിയൻറ്റ് ഒരു 10 മാസം ആ റേഞ്ചായിട്ട് മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. അപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോൺ തന്നെയല്ല. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ തന്നെയാണ് ബിൽഡൊക്കെ വരുന്നത്. 6.4 ഇഞ്ചിൻ്റെ ഒരു ഡൈനാമിക് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷേറ്റിംഗ് കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. ഗൊറില്ല ഗ്ലാസ് വിക്ടേഴ്സിൻ്റെ പ്രൊട്ടക്ഷനും വരുന്നുണ്ട്. നോർമൽ ആയിട്ടുള്ള ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഫോണിന് വരുന്നത്. കാണാൻ അത്യാവശ്യം പ്രീമിയം ഒരു സാംസങ്ങിൻ്റെ ഫ്ലാഗ്ഷിപ്പ് സീരീസ് ആയതുകൊണ്ട് തന്നെ ഫ്ലാഗ്ഷിപ്പ് ലുക്കും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. ബട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ചീപ്പായിട്ടുള്ള ബിൽഡും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. ഇനി ക്യാമറ പറയുകയാണെങ്കിൽ 12 MP പ്രൈമറി ക്യാമറ, 12 MB അൾട്രാവൈഡ് ക്യാമറ വരുന്നുണ്ട്. അതുപോലെ തന്നെ 8 MB ടെലിഫോട്ടോയും റിയറിൽ വരുന്നുണ്ട്. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ 32 MP സെൽഫി ക്യാമറ. റിയറിലും ഫ്രണ്ടിലും നമുക്ക് 4K 16 FPS വീഡിയോസും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ക്യാമറ വൈസ് സാംസങ്ങിൻ്റെ ഒക്കെ തന്നെ ഫ്ലാഗ്ഷിപ്പ് ഫോൺ എന്ന രീതി നോക്കിക്കഴിഞ്ഞാൽ ക്യാമറ വൈസ് 12 MP മാത്രം ഇല്ലെങ്കിൽ പോലും നല്ല പെർഫോമൻസ് തരുന്നൊരു ക്യാമറ തന്നെയാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. ഇനി പെർഫോമൻസ് പറയുകയാണെങ്കിൽ കോൾകോം സ്നാപ്ഡ്രാഗൻ്റെ
888 എന്ന പ്രോസറാണ് വരുന്നത്. ഇതിൻ്റെ ഒരു ആൻറ്റു ബെഞ്ചുമാർക്ക് സ്കോർ എന്ന് പറയുന്നത് അറൗണ്ട് 7 lakh ആ റേഞ്ചാണ് വരുന്നത്. അത്യാവശ്യം പെർഫോമൻസ് ഒക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ഒക്കെ തരുന്നുണ്ട്. ആ ഒരു പഴയ ഫോൺ എന്ന രീതി നോക്കിക്കഴിഞ്ഞാലും അത്യാവശ്യം പെർഫോമൻസ് ഒക്കെ തന്നെ ഫോണിന് വരുന്നുണ്ട്. ബാറ്ററി പറയുകയാണെങ്കിൽ 4500 mAh ബാറ്ററിയും 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബട്ട് ബോക്സിനകത്ത് ചാർജറൊന്നും തന്നെ വരുന്നില്ല. സാംസങ്ങിൻ്റെ ഫോണാണ്. IP68 വാട്ടർ റേറ്റിംഗ് ഒക്കെ തന്നെ വരുന്നുണ്ട്. ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണൊക്കെ തന്നെ നിങ്ങൾക്ക് ഈ 30,000 രൂപ റേഞ്ചിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സാംസങ്ങിൻ്റെ S21 FE എന്ന് പറഞ്ഞ ഒരു ബെസ്റ്റ് ആയുള്ള ഓപ്ഷൻ തന്നെയാണ്. പ്രൈസ് പറയുകയാണെങ്കിൽ 8GB 128GB ആണ് ബേസ് മോഡൽ. ഇതിൻ്റെ ഫ്ലിപ്കാർട്ടിലെ ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 28,999 ഇപ്പം അവൈലബിൾ ആണ്. പ്രൈസ് മാറിക്കൊണ്ടേ ഇരിക്കുന്നതാണ്. അപ്പം ഈ ഒരു ബേസ് മോഡൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. ഫ്ലിപ്കാർട്ടിലാണ് ഫോൺ ഉള്ളത്. ആമസോണിലും ചെറിയ വേരിയേഷനൊക്കെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ സാംസങ്ങിൻ്റെ ഫോൺസ്, എസ്പെഷ്യലി സാംസങ്ങിൻ്റെ ഫോൺസൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ A ഒക്കെ വരുന്നുണ്ട്. ബട്ട് അതിനകത്ത് എത്രയോ ബെറ്റർ ആയിട്ടുള്ള ഒരു ഫോണാണ് S21 FE എന്ന് പറയുന്നത്. കുറച്ച് പഴയതാണ്, ബട്ട് അത് കുഴപ്പമില്ലാത്തൊരു വിഷയമാണെന്നുണ്ടെങ്കിൽ S21 FE നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ്. ഇനി ഫൈനലായിട്ടുള്ള ലാസ്റ്റത്തെ ഫോൺ എന്ന് പറഞ്ഞാൽ മോട്ടറോള Edge 50 Pro ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ഓൾറൗണ്ട് ആയിട്ടുള്ള ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഫോണാണ്. എല്ലാ രീതിയിലും ഒരു പെർഫെക്റ്റ് വൺ എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ഈ ഒരു മോട്ടറോള Edge 50 Pro ആണ് ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ബേസിക് ആയിട്ടുള്ള സ്പെക്ക് പറയുകയാണെങ്കിൽ നമുക്കിതിൽ വീഗൻ ലെതർ ഫിനിഷ് ആണ് വരുന്നത്. അത്യാവശ്യം നല്ല പ്രീമിയം ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. 6.7 ഇഞ്ചിൻ്റെ ഒരു OLED 144 ഹെർട്സിൻ്റെ ഒരു ഡിസ്പ്ലേ, കർവ്ഡ് ആയിട്ട് ഡിസ്പ്ലേ ആണ് വരുന്നത്. 2000 nitsൻ്റെ പീക്ക് ബ്രൈറ്റ്നസും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. കർവ്ഡ് ആയിട്ട് ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിന് വരുന്നത്. കാണാൻ നല്ല ഒരു ഗുഡ് ലുക്കിംഗ് ആയിട്ട് ഡിസ്പ്ലേ ആണ് ഫോണിന് വരുന്നത്. ഇനി ഇതിൻ്റെ ക്യാമറ പറയുകയാണെങ്കിൽ 15 MB ആണ് പ്രൈമറി ക്യാമറ. പിന്നീട് 13 MP അൾട്രാ വൈഡ് ക്യാമറ വരുന്നുണ്ട്. 10 MP ഒരു ടെലിഫോട്ടോ ലെൻസും റിയറിൽ വരുന്നുണ്ട്. 4K to 16 എപ്പിസോഡിലെ വീഡിയോസും റിയറിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. 15 MP സെൽഫി ക്യാമറ പ്രൊവൈഡ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്യാമറ തന്നെയാണ് ഫോൺ വരുന്നത്. ഇനി പെർഫോമൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ Qualcomm Snapdragonൻ്റെ 7 Gen 3 എന്ന പ്രോസറാണ് വരുന്നത്. ആൻറ്റു സ്കോർ എന്ന് പറഞ്ഞാൽ 8,15,000 എബോ ആയിട്ടാണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോൺ അല്ല, ബട്ട് ഒരു ഓൾറൗണ്ട് എന്ന രീതിയിൽ നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ലാത്ത ഒരു പെർഫോമൻസ് ഈ ഒരു ഫോണിന് കിട്ടുന്നുണ്ട്. ബാറ്ററി പറയുകയാണെങ്കിൽ 4500 mAh ബാറ്ററിയും 125 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും ബോക്സിനകത്ത് തന്നെ വരുന്നുണ്ട്. സോ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ളൊരു ഫാസ്റ്റ് ചാർജിങ് സെറ്റപ്പ് ഫോൺ നമുക്ക് തന്നെ വരുന്നുണ്ട്. അത് ഒരു ബെറ്റർ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. 8GB 256GB ആണ് ബേസ് മോഡൽ. ഇതിൻ്റെ പ്രൈസാണ് 29,999. അപ്പോൾ നിങ്ങൾ ഈ ഒരു 30,000 രൂപ റേഞ്ചിൽ ഒരു ഓൾറൗണ്ടർ ഫോൺ നോക്കുകയാണെങ്കിൽ മോട്ടറോള Edge 50 Pro ആണ് ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ തന്നെയാണ്. കാരണം ആ ഒരു ഫോണിൽ നമുക്ക് ബെസ്റ്റ് ഡിസ്പ്ലേ വരുന്നുണ്ട്, നല്ല ക്യാമറ വരുന്നുണ്ട്, നല്ല പെർഫോമൻസ് വരുന്നുണ്ട്, നല്ല ബാറ്ററി, ഫാസ്റ്റ് ചാർജിങ്, എല്ലാ രീതിയിലും ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ ഫോൺ എന്ന് പറയുന്നത് മോട്ടറോളയുടെ Edge 50 Pro തന്നെയാണ്. ഇനി ക്യാമറ ആണെങ്കിൽ Realme 12 Pro Plusലേക്ക് പോവുക. ഇനി പെർഫോമൻസ് ഗെയിമിംഗ് ആണെന്നുണ്ടെങ്കിൽ പോക്കോയുടെ F6ഉം, സാംസങ്ങിൻ്റെ ഫോൺ എന്ന രീതി നോക്കുകയാണെങ്കിൽ S21 FEയും ബെസ്റ്റ് ആയുള്ള ഓപ്ഷൻ തന്നെയാണ്. സോ ഇതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന 30K റേഞ്ചിലെ ബെസ്റ്റ് ആയുള്ള ഫോൺ എന്ന് പറഞ്ഞാൽ. വേറെയും ഒരുപാട് ഫോൺസ് ഈ റേഞ്ചിൽ വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ബെസ്റ്റായിട്ട് തോന്നിയ ഫോൺ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പം ഈ ഒരു വീഡിയോ എന്നത്തെ പോലെയും യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ദിസ് ഈസ് ഫ്രം അഭിനവ് സൈനിങ് ഓഫ്. ബൈ.